29ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആദേശ് ആ വീഡിയോയിൽ ആരോ ഒരാൾ മിന്നായം പോലെ ഓടി മറയുന്നത് കാണുന്നുണ്ടെങ്കിലും ഇരുട്ട് കാരണം അത് ആരാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദുർമസങ്ങളുടെ വീട്ടിൽ പോകണം. ഈ വയ്യാതിരിക്കുമ്പോൾ തന്നെ വേണോ? അതെന്താ അങ്ങനെ പറഞ്ഞ്? അതെന്താന്നോ, ജസ്റ്റ് മിസ്സിനെന്ത് രക്ഷപ്പെട്ടത്, അതും 2 വട്ടം. കണ്ടില്ലേ മുഖം ഇരിക്കുന്നേ, വെള്ളരി വെളുത്ത് രക്ഷയെ പോലുണ്ട്. ഇതുപോലെ മുന്നോട്ട് പോകാനാണ് നിന്റെ ഭാവം? ഈ സമയം വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ളതിന് നീ ഡിക്റ്റേറ്റീവ് കളിക്കുകയാണോ? ഇതെല്ലാം കേട്ട് കിളി പോയിരിക്കുകയാണ് മെർജാൻ. എല്ലാം പറഞ്ഞു കഴിഞ്ഞാണ് താനിപ്പോൾ എന്താ പറഞ്ഞതെന്ന് ആദേശം ഓർക്കുന്നത്. കഴിഞ്ഞോ? നീ പറഞ്ഞ പോലെ ഇത്ര നീട്ടി വരച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഓക്കെയാണ്. വീട്ടിൽ ഇരുന്നിരുന്ന് വേറിറങ്ങി. ഞാനും കൂടെ ഉൾപ്പെട്ട കേസായതുകൊണ്ട് ഇതാരാണ് ചെയ്തതെന്ന് അറിയാനുള്ള അവകാശം എനിക്കുമുണ്ട്. മെർജാന്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ അവൾക്ക് കഴിക്കാൻ അവളുടെ ടാബ്ലറ്റ്സ് എടുത്തു കൊടുത്തു. നീ ടാബ്ലറ്റും കൊണ്ടാണോ വന്നേ? അതെ, കാരണം എനിക്കറിയായിരുന്നു എൻ്റെ പുറകെ വരാനുള്ള ധൃതിയിൽ നീ ഇതൊന്നും കഴിക്കാൻ പോകുന്നില്ല എന്ന്. എനിക്ക് നിന്നെക്കുറിച്ച് ചിന്തയുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്നൊന്നും നീ വിചാരിക്കണ്ട. മരുന്ന് കഴിക്കാതെ ഇവിടെങ്ങാനും വീണുപോയാൽ പിന്നെ ഞാൻ തന്നെ ചുമക്കണ്ടേ? കുഴപ്പമില്ല, ഇപ്പം എനിക്കിത് ശീലമായി. എന്ത്? ആദ്യം എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് പിന്നെ ഇത് മറയ്ക്കാനായിട്ട് എൻ്റെ മക്കിട്ട് കയറുന്നത്? ഇത്രയും നാൾ കഴുത്തിലില്ലായിരുന്ന നെക്ലസ് പെട്ടെന്ന് കഴുത്തിൽ വരുന്നതും പിന്നെ അവളുടെ പരിങ്ങലും കൂടെ ആവുമ്പോൾ മുസയാനതിന് എന്തോ ഒരു പന്തുകേട് മണത്തു. അന്ന് രാത്രി ഒരാൾ ടാക്സി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് അവിടെ ഒരാൾ കണ്ടിരുന്നു. അയാളോട് കൂടുതൽ കാര്യം ചോദിച്ചറിയാനാണ് മെർജാനും ആദേശം ഇവിടെ ഇരിക്കുന്നത്. ആ വീഡിയോ ഫോട്ടോജ് അയാളെ കാണിക്കുന്നുണ്ടെങ്കിലും ഇരുട്ട് കാരണം അയാൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല. വീട്ടിൽ വന്ന് ടാക്സി ഡ്രൈവറിന്റെ കാര്യം സംസാരിക്കുമ്പോൾ അസ്ലി ഇത് കേട്ട് ടെൻഷനാവുന്നു. സ്വപ്നം കണ്ട് മെർജാൻ വീണ്ടും ഞെട്ടി എണീറ്റു. ആ ഇൻസിഡന്റ് അവളെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് ആദേശം മനസ്സിലാക്കുകയാണ്. ബറാത്ത് കടം മേടിച്ച ലോൺ ഷാർക്ക് ഈ സമയം അവനെ കണക്കിനിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇവന്റെ ഈ പരിങ്ങൾ കണ്ട് ബിന്നാസിന് ആദ്യം കുറച്ച് സംശയം തോന്നുന്നുണ്ടെങ്കിലും അവരതത്ര കാര്യമായി എടുക്കുന്നില്ല. നീ ഉറങ്ങുന്നില്ലേ? കണ്ണടച്ച അപ്പ സ്വപ്നം കാണും, പിന്നെങ്ങനെ ഉറങ്ങാനാ? പേടിക്കണ്ട, നീ ഉറങ്ങിക്കോ, ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. നിന്റെ ലൈഫിലെ ഏതെങ്കിലും ഒരു ഫണ്ണി മൊമെന്റ് പറയാമോ? ചിലപ്പോൾ അതെന്നെ ഹെൽപ്പ് ചെയ്യും. അങ്ങനൊന്നും ഇല്ലല്ലോ. ഇത്ര വർഷത്തിനിടെ നീ ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ലേ? ശരി. എനിക്കും ജമാലിന് ഏകദേശം ഒരു 10-14 വയസ്സ് കാണും. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു വൃത്തികെട്ട നെയ്ബർ ഉണ്ടായിരുന്നു. അയാൾ എന്നും ഞങ്ങളെ ഉപദ്രവിക്കും. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി ഞങ്ങൾ ആദ്യമൊന്നും മൈൻഡാക്കിയില്ല. പക്ഷെ ഒരു ദിവസം അയാൾ ഭയങ്കര ഓവറായി. എന്തുപറ്റി? ഞങ്ങൾക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വയ്യാത്തൊരുത്തൻ. അന്ന് അയാൾ അവന് ഒരുപാട് എടുത്തിട്ടിടിച്ചു. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. പ്ലാൻ ചെയ്ത് അവനിട്ട് നല്ലത് കൊടുത്തു. അത് പിന്നെ അവൻ ഞങ്ങളുടെ അടുത്തേക്കേ വന്നിട്ടില്ല. ഇത് തമാശയായിരുന്നോ? എൻ്റെ മുഖത്തേക്ക് നോക്കിയേ, ഞാനിപ്പോൾ ചിരിച്ചോണ്ടിരിക്കുകയാണോ? എടാ, ഇതിൽ ചിരിക്കാനൊന്നുമില്ല, വിഷമിക്കാനേ ഉള്ളൂ. പക്ഷെ അന്ന് അവനെ ഒരു പാഠം പഠിപ്പിച്ചത് ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നു. എൻ്റെ പൊന്നെ, ഈ വയലൻസ് ഒന്നും ഇല്ലാത്തൊരു കഥ പറയാൻ പറ്റുമോ? ഇതുവരെ നിനക്ക് ചിരിക്കാൻ തോന്നുന്ന ഒരു മെമ്മറീസും ഇല്ല നിന്റെ ലൈഫിൽ. ഓക്കെ, പക്ഷെ ഇത് ലാസ്റ്റാണ്. ഇത് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങിക്കോണം. എനിക്കും ജമാലിന് ഏകദേശം ഒരു 10 വയസ്സ് കാണും. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു ആപ്പിൾ മരം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ചില്ലയിലും ചുവന്ന് തൊടുത്ത് നല്ല ആപ്പിൾസ് ഉണ്ടാവും. പക്ഷെ ഇതിനു വേണ്ടി ആ അയൽക്കാരൻ തന്നെയുടെ കാല് പിടിക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം അയാളായിരുന്നു ആ ഏരിയയിലെ തന്നെ ഏറ്റവും വലിയ പിശുക്കൻ. ആർക്കും അതുകൊണ്ട് അയാളെ വലിയ മതിപ്പൊന്നുമില്ല. ഞങ്ങൾ പിള്ളേരല്ലേ. ഒരു ദിവസം ആരും ഇല്ലാത്ത സമയം നോക്കി ഞങ്ങൾ ആ മരത്തിൽ വലിഞ്ഞു കയറി. അതിൽ നിന്ന് 1-2 ആപ്പിൾസ് പറിച്ചു കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നൊരു വലിയ ശബ്ദം. അയാളുടെ വീട്ടിൽ നിന്നായിരുന്നു അത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. കൈ കിട്ടിയ ആപ്പിൾസ് എല്ലാം പെറുക്കിക്കുട്ടി ഞങ്ങളവിടെ നോടി. ആദേശിന്റെ കഥ കഴിയുന്നതിന് മുന്നേ മെർജാൻ ഉറക്കം പിടിച്ചു. പിറ്റേ ദിവസം രാവിലെ മെർജാൻ എഴുന്നേൽക്കുമ്പോൾ ആദേശ് ഓഫീസിൽ പോകാൻ റെഡിയാവുമായിരുന്നു. എന്നിട്ട് എന്ത്? നിങ്ങൾ മരത്തിന്റെ മുകളിൽ കയറി, എന്നിട്ട് ബാക്കി പറഞ്ഞില്ലല്ലോ. ഇത്രയും ധൃതി പിടിച്ച് രാവിലെ എഴുന്നിട്ട് നിനക്ക് ഇതാണ് എന്നോട് ചോദിക്കാനുള്ളത്? അതിനെന്നാ? കേൾക്കാൻ ഇത്ര താല്പര്യമായിരുന്നേ പിന്നെന്തിനാ നീ ഇന്നലെ ഉറങ്ങിയേ? ആപ്പിളൊക്കെ പറിച്ച് ജമാൽ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ പുറകിൽ നിന്ന് അയാളുടെ വലിയൊരു അലർച്ച കേട്ടു.
പെട്ടെന്ന് പേടിച്ച് വെപ്രാളത്തിൽ മരത്തിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയതാ. അവന്റെ നിക്കർ അവിടെ കുരുങ്ങിപ്പോയി. ഞാൻ നോക്കുമ്പോൾ അവനവിടെ തൂങ്ങിക്കിടക്കുക. പക്ഷെ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അവനെ ആപ്പിളിൽ നിന്ന് കൈവിട്ടില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഏന്തി വലിഞ്ഞ് ഞാൻ അവനെ പിടിച്ചു വലിച്ച് താഴെയിട്ടു. അങ്ങനെ ജസ്റ്റ് മിസ്സിന് അയാളുടെ വായപ്പെടാതെ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. കഥയൊക്കെ കൊള്ളാം, പക്ഷെ പാവം ജമാൽ. ശരി, എന്നാ ഞാൻ പോവാ. ഓഫീസിലേക്കാണെങ്കിൽ ഞാനും വരട്ടെ. ഇവിടെ നിന്ന് മടുത്തു ശരിക്കും. ഞാനൊന്നും ഓഫീസിലേക്ക് പോകുന്നില്ല. ആ ടാക്സി ഡ്രൈവർ എന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അറിയുകയാണെങ്കിൽ എന്നെ അറിയിക്കണേ. അതിനവൻ ഒന്നും മിണ്ടാതെ ഒരൊറ്റ പോക്ക്. അറ്റ്ലീസ്റ്റ് എസ് ഓർണോ എങ്കിലും പറഞ്ഞിട്ട് പോണം മിസ്റ്റർ. എന്തൊരു മനുഷ്യനാണോ. ഭരത്തിന്റെ ഒക്കെ കൂടിയുള്ള കള്ളലക്ഷണം അവന്റെ മാറിയിരുന്നുള്ള ഫോൺ കോളൊക്കെ കാണുമ്പോൾ, അവന്റെ ആത്മാർത്ഥ സുഹൃത്തായ സാരിഹനെ വിളിക്കുമ്പോൾ അവൻ ജയിലിലാണെന്ന് അറിയുന്നു. ഇത് കേട്ട് ടെൻഷനായി പിന്നെ കാര്യം ബറാത്തിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും വിട്ടു പറയുന്നില്ല. ഡമറ്റ് ഈ സമയം മർജാനെ വന്നു കണ്ട് സംസാരിക്കുന്നു. ഇന്ന് 2 മണിക്കുള്ള മീറ്റിങ്ങിന്റെ കാര്യം നീ മറന്നില്ലല്ലോ അല്ലേ? ഓ, ഞാൻ മറന്നിരിക്കായിരുന്നു അത്. നിന്റെ കണ്ണൊക്കെ എന്നെ ഇങ്ങനെ ചുമന്നിരിക്കുന്നേ. ഉറങ്ങിയില്ല നീ ഇന്നലെ? അന്നത്തെ രാത്രി മർജാൻ 2 ദിവസമായിട്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ 2 ഉറങ്ങിയിട്ടില്ല. ഈ സമയം തന്നെയാണ് മർജാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവളെ കണ്ട് അസ്ലി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. മീറ്റിങ്ങിന്റെ കാര്യം മറക്കണ്ട, 2 മണി. അസ്ലി അത് ക്യാൻസൽ ചെയ്തേക്ക്. ഇന്ന് ഏതായാലും ഞാൻ ഓഫീസിലേക്കില്ല. ഇത് കേട്ട് അസ്ലിക്ക് ശരിക്കും ദേഷ്യം വരുന്നു. മർജാനെ ഒന്നും കൂടെ തുറപ്പിച്ചു നോക്കി അവിടെ നിന്ന് പോകുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അവൾ നേരെ നസറിനെ വിളിക്കുകയാണ്. ഇനി പിശുക്കന്മാരായ നെയ്ബേഴ്സിന്റെ അടുത്ത് നിന്ന് ആപ്പിൾ മോഷ്ടിക്കരുത് കേട്ടോ. ഏതാപ്പിൾ? നീ ഓർക്കുന്നില്ലേ നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ ഒരു പിശുക്കൻ നെയ്ബറിന്റെ വീട്ടിൽ നിന്ന് ആപ്പിൾ മോഷ്ടിക്കാൻ പോയത്? ഇത് കേട്ട് ആദേശ് ജമാലിനെ നോക്കി കണ്ണുകൊണ്ട് എന്തോ ഒരു കോപ്രായം കാണിക്കുന്നുണ്ട്. എടാ, നിന്നെ അവിടെ ആരോ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ല്. 1 മിനിറ്റ്. എനിക്ക് ഏതായാലും അങ്ങനെ ഒരു മെമ്മറി ഒന്നും ഇല്ല കേട്ടോ. ഈ തെണ്ടിന്ന് ഞാൻ ഇനി ഇവിടെ ഇരുന്ന മർജാന്റെ കോടീശ്വരൻ പരിപാടി സഹിക്കേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആദേശ് അവിടെ നിന്ന് നൈസായി എസ്കേപ്പ് ആവാൻ നോക്കി. ഒന്ന് നിന്നേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? എന്ത് ഹെൽപ്പ്? അസ്ലയുടെ ഈ കുറച്ചു നാളായുള്ള പരിങ്കല് കണ്ട് സംശയം തോന്നിയ മുസയാനും ബുള്ളറ്റ് വെച്ചിരുന്ന ബോക്സൊക്കെ ഒന്ന് എടുത്തു നോക്കി. പക്ഷെ അവർ പേടിച്ച പോലെ തന്നെ അതിലൊരെണ്ണം മിസ്സിംഗ് ആയിരുന്നു. ഈ സമയം മർജാൻ ആദേശിനോട് ഹെൽപ്പ് ചോദിച്ചത് ഒരു ഊഞ്ഞാല് കെട്ടാനാണ്. ചെറുപ്പത്തിൽ അവർക്ക് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. താഹിറിനെ ഈനുലിനെയും അന്ന് ഹോസ്പിറ്റലിൽ പോയതിൽ പിന്നെ അവൾ കണ്ടിട്ടേ ഇല്ല. ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദേശം ഇതൊക്കെ ഓർക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ എനിക്കിത് തനിയെ കെട്ടാൻ കുറച്ച് പാടാ. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചേ. നിനക്ക് വർക്ക് ഉണ്ടെങ്കിൽ വേണ്ട, പോയിക്കോ, ഞാൻ തന്നെ ചെയ്തോളാം. പക്ഷെ ചോദിക്കേണ്ട താമസം അവൻ പെട്ടിയും ചട്ടിയൊക്കെ ആയിട്ട് ഊഞ്ഞാല് കെട്ടാൻ ഇറങ്ങി. അങ്ങനെ ഫൈനൽ ടച്ചൊക്കെ കൊടുത്ത് ഒരു പ്രൊഫഷണൽ ഊഞ്ഞാല് തന്നെ അവരങ്ങ് ഉണ്ടാക്കി. അസ്ലി പിടിച്ച വള്ളി എടുത്ത് മുസയാനത്തിന് ഒരു സമാധാനവും ഇല്ല. ആദേശിനെ സംബന്ധിച്ച് അവന്റെ കൂടെ അന്നുണ്ടായിരുന്ന 2 പേരിൽ ഇപ്പോൾ ഒരാളേ ഉള്ളൂ. അത് ഓർക്കുമ്പോൾ അവന്റെ കണ്ണ് വീണ്ടും നിറയാണ്. മർജാൻ പുറകീന്ന് വിളിച്ചെങ്കിലും പിന്നൊന്നും മിണ്ടാതെ അവനവിടുന്ന് പോകുന്നു. അടുത്ത സീനിൽ മാലിക് ചീച്ചക്ക് അവനോട് മുഖം വീർപ്പിച്ച് നടക്കാനുള്ള കാര്യം അന്വേഷിക്കുന്നു. ഒന്ന് ചിയർ ചെയ്യാൻ വേണ്ടി അവൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുമ്പോൾ ചീച്ചക്കന്റെ മുഖം പിന്നെയും തെളിഞ്ഞു. നീ എന്താ പെട്ടെന്ന് ഇങ്ങ് പോന്നേ? എന്തു പറ്റി? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോഴാണ് ടാക്സി ഡ്രൈവറിനെ കിട്ടിയെന്ന് പറഞ്ഞ് ജമാൽ വിളിക്കുന്നത്. അവൻ അയച്ച ലൊക്കേഷനിലേക്ക് പോവാൻ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ ഒട്ടും പഠിക്കാതെ മർജാൻ തന്നെ ആദ്യം ചാടി വണ്ടി കയറി. അസ്ലി നസർ ഈ സമയം തമ്മിൽ കൈ കൊടുത്ത് ഒന്നാവുകയാണ്. ആദേശ് തിരഞ്ഞെത്തിയ ടാക്സി ഡ്രൈവർ ആദ്യം ഒന്ന് ഉരുണ്ട് കളിച്ച് പിന്നെ അന്ന് വണ്ടിയിലുണ്ടായിരുന്നത് ഒരു മധ്യവയസ്കനാണെന്ന് പറയുന്നത് കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.